തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും കൺവെൻഷനും PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. LDF പയ്യന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും തെരഞ്ഞെടുപ്പ് കൺവെൻഷനും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും കാരണം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും ഇതുവരെ സാധിക്കാത്ത കോൺഗ്രസിന് ഇനി കേരളത്തിൽ സ്ഥാനമില്ലെന്നും ഇന്നലെ മുളച്ചു വന്ന തകരയല്ല TI മധുസൂദനെന്നും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളിലൂടെ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ജനപിന്തുണയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. പയ്യന്നൂരിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അതത്ര വേഗം ഏശില്ല, അവിടെ നിൽക്കില്ല ആളുകൾ. അങ്ങനെ ആഗ്രഹമുണ്ടായിട്ട് ഞാൻ ആലോചിച്ചു പോയത്, ഞാനത് മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ എനിക്ക് ഈ കാര്യം പറയാൻ ചിലപ്പോൾ സാധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റേ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ചുരുങ്ങിയ പരിമിതമായ സമയമുള്ളൂ. നമ്മുടെ ഈ പയ്യന്നൂരിൽ തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സഖാവായിരുന്നു കുഞ്ഞികൃഷ്ണൻ. കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ പൊടുന്നനെ പെട്ടെന്ന് തോന്നില്ല, കുറച്ച് നാളുകളായിട്ട്, കുറച്ച് മുൻപ് ഏരിയ സെക്രട്ടറി ആയത് മുതൽക്ക് ഇനി കുറെ നാളുകൾ അങ്ങോട്ട് പോയാൽ എനിക്ക് സ്ഥാനാർത്ഥിയായിട്ടൊന്നും മത്സരിക്കാൻ സാധിക്കില്ലേ എന്നുള്ള ആശങ്ക അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെയായിട്ട് അദ്ദേഹം പല പ്രശ്നങ്ങളും ഉയർത്തിയതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിൽ, അതാണല്ലോ കൂട്ടായിട്ടുള്ള ചർച്ച, ഭൂരിപക്ഷം അഭിപ്രായം, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. പയ്യന്നൂരിൽ അതെല്ലാം പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല. നമുക്ക് സ്വയം ബോധ്യപ്പെട്ടില്ലെങ്കിൽ മറ്റ് 99% ബോധ്യപ്പെട്ടാൽ അത് ബോധ്യപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അദ്ദേഹം എവിടെയാണ്? ഞാൻ ഈ പാർട്ടിക്കാരനാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതെ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, ആർക്കും സംശയമില്ല. നമ്മളെല്ലാം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത് നമ്മളൊരു സഖാവാണ്. സഖാവ് കുഞ്ഞികൃഷ്ണനും സഖാവ് TK ഗോവിന്ദൻ മാസ്റ്ററും പറയുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ ഈ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നവർ പിന്നീട് ഇന്നലെ വരെ ഇത്രയേറെ അത്രയും നിന്ദ്യവും നീചവുമായിട്ടുള്ള പ്രവൃത്തികൾ രാഷ്ട്രീയമായി നടത്തുന്നു എന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന ആ പ്രസ്ഥാനവുമായി പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഉടനെ തന്നെ ഞാൻ മത്സരിക്കും, ഞാൻ കോൺഗ്രസിന്റെ പിന്തുണ വാങ്ങും എന്ന് പറയാൻ മാത്രമുള്ള മനസ്സെങ്ങനെയുണ്ടായി? ഈ മനസ്സ് സ്വരൂപിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്നാണ് അർത്ഥം. പെട്ടെന്ന് ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് നാളായിട്ട് ഈ രൂപത്തിൽ എല്ലാവർക്കും മത്സരിക്കാൻ പറ്റില്ലല്ലോ. സഖാവ് TI മധുസൂദനൻ 5 വർഷം മാത്രം, ഈ 5 വർഷം കൊണ്ടുണ്ടായിട്ടുള്ള പയ്യന്നൂരിലെ വികസനത്തെ സംബന്ധിച്ച് ആർക്കും താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് കേരളത്തിലുടനീളവും പയ്യന്നൂരിൽ പ്രത്യേകിച്ചും എന്തെല്ലാം പദ്ധതികൾ വേണമോ ആ പദ്ധതികളെല്ലാം ഇവിടുന്ന് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം അലോട്ട് ചെയ്തിട്ടുണ്ട്. മാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും നമ്മൾ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. 5 കൊല്ലം പൂർത്തിയാക്കിയ ഉടനെ TI മധുസൂദനൻ മാറണം എന്ന് പറയുന്നതിൽ ഉള്ള ഔചിത്യവും യുക്തിയും എന്താ? അങ്ങനെ ഒരു യുക്തി എന്താണ് അതിന്റെ ആവശ്യം? ഇന്നലെ മുളച്ച ഒരു തകരയല്ലല്ലോ TI മധുസൂദനൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണെങ്കിൽ പോലും ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ വലിയ തോതിൽ കണ്ണൂരങ്ങ് തകർന്നു, കണ്ണൂരിന്റെ കോട്ട തകർന്നു. ഏത് കോട്ട തകർന്നു? ഒരു കുട്ടി ഇവിടുന്ന് പോയിട്ടുണ്ടോ? ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടി ഞാനിതാ പാർട്ടി വിടുന്നത് പറഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. പയ്യന്നൂർ പോലീസ് മൈതാനിയിൽ P സന്തോഷ് സ്വാഗതവും V ബാലൻ അധ്യക്ഷതയും വഹിച്ച കൺവെൻഷനിൽ CP മുരളി, ജോയ്സ് പുത്തൻപുരക്കൽ, ഇല്ലിക്കൽ അഗസ്റ്റി, M രാധാകൃഷ്ണൻ, സുഭാഷ് അയ്യോത്ത്, MP മുരളി, P ജയൻ, ഇഖ്ബാൽ പോപ്പുലർ, ജോസ് മാത്യു, OT സുജേഷ്, അസൈനാർ അരവഞ്ചാൽ, C സത്യപാലൻ, P ശശിധരൻ, സൈരിൻ ശശി, C കൃഷ്ണൻ, V നാരായണൻ, M രാമകൃഷ്ണൻ, KP ജ്യോതി, ഡെന്നി കാവാലം, PV ദാസൻ, K ഹരിഹർകുമാർ, ഗായകൻ അലോഷി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞേ. അത് പറ. ഇപ്രാവശ്യം വീട് പണി പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിനി, പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന്? അത്രേ ഇല്ലൂ.
അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആരെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജും ഇല്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും? പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ? പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.